വയനാട് DCC ട്രഷററും മകനും ജീവനൊടുക്കിയ സംഭവത്തിൽ IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ നൽകിയ കൂടുതൽ പരാതികൾ പുറത്ത്. 2021 കോൺഗ്രസ് നേതാവ് സക്കറിയ മണ്ണിൽ KPCC പ്രസിഡന്റ് നൽകിയ പരാതിയും പുറത്തുവന്നു. അതേസമയം IC ബാലകൃഷ്ണൻ MLA-യുടെ ഓഫീസിലേക്ക് CPIM അല്പസമയത്തിനകം പ്രതിഷേധ മാർച്ച് നടത്തും. MLA-ക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം. അതിനിടെ NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത DCC യോഗം മാറ്റുകയും ചെയ്തു. വിവരങ്ങളുമായി അനൂപ് വയനാട്ടിൽ നിന്നും ചേരുകയാണ്. അനൂപ്, ഇപ്പോൾ ഈ സഹകരണ ബാങ്കിലെ നിയമന അഴിമതിയുമായി ബന്ധപ്പെട്ട് IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ കോൺഗ്രസ് നേതാക്കൾ തന്നെ നൽകിയ കൂടുതൽ പരാതികൾ പുറത്തു വരികയാണ്. ഇപ്പോൾ NM വിജയൻ 2021 നൽകിയ പരാതി പൊതുസമൂഹത്തിന്റെ മുൻപിലുണ്ട്. അതുകൂടാതെ കോൺഗ്രസ് നേതാവായ സക്കറിയ മണ്ണിൽ KPCC പ്രസിഡന്റ് നൽകിയ പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ പരാതിയിൽ പറയുന്ന വിഷയം എന്താണ്? അതിൽ IC ബാലകൃഷ്ണനെതിരെ പറയുന്ന കാര്യങ്ങൾ എന്താണ്? അനൂപ്, കേൾക്കാമോ? ഈ സക്കറിയ മണ്ണിൽ നൽകിയ പരാതിയിൽ IC ബാലകൃഷ്ണനെതിരെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണം എന്താണ്? ആ പരാതിയുടെ ചുരുക്കം എന്താണ്? മനു, ഇതും സമാനമായി നേരത്തെ പുറത്തു വന്ന KPCC പ്രസിഡന്റ് നൽകിയ പരാതിക്ക് NM വിജയൻ നൽകിയ പരാതിക്ക് സമാനമായ മറ്റൊരു പരാതിയാണ്. അനൂപ, എന്താണ് സംഭവിക്കുന്നത്? ഒന്നും വ്യക്തമാകുന്നില്ല. അപ്പോൾ ഈ 2021 ഇപ്പോൾ ആത്മഹത്യ ചെയ്ത NM വിജയൻ KPCC പ്രസിഡന്റ് K സുധാകരന് IC ബാലകൃഷ്ണൻ അടക്കമുള്ളവർക്കെതിരെ പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ ഗൗരവമായ ആക്ഷേപങ്ങൾ സഹകരണ ബാങ്കിൽ ബത്തേരി സഹകരണ ബാങ്കിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചു. ആ പണം വാങ്ങിയത് MLA അടക്കമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്ന് NM വിജയൻ KPCC പ്രസിഡന്റിന് പരാതി നൽകിയത്. പക്ഷേ ആ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായില്ല. ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് DCC പ്രസിഡന്റ് അപ്പച്ചൻ തന്നെ കഴിഞ്ഞ ദിവസം സ്ഥിരീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതേസമയം IC ബാലകൃഷ്ണൻ പറയുന്ന അത്തരത്തിലൊരു പരാതിയില്ല, അത് കള്ളമാണെന്നാണ്. പക്ഷേ പരാതിയില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഒരു അന്വേഷണ കമ്മീഷനെ വച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇപ്പോൾ NM വിജയം മാത്രമല്ല, മറ്റൊരു കോൺഗ്രസ് നേതാവ് നൽകിയ പരാതി കൂടി ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരും. സക്കറിയ മണ്ണിൽ എന്ന് പറയുന്ന വയനാട്ടിലെ കോൺഗ്രസ് നേതാവ് ഇതേ IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ KPCC പ്രസിഡന്റിന് നൽകിയ പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരു പരാതിയല്ല, NM വിജയന് മാത്രമല്ല പരാതി ഉണ്ടായിരുന്നു, മറ്റു നിരവധി പേർക്ക് പരാതി ഉണ്ടായിരുന്നു. അതിലൊരാളാണ് ഈ പറയുന്ന സക്കറിയ മണ്ണിൽ എന്ന് പറയുന്ന അവിടുത്തെ നേതാവ്. അദ്ദേഹം KPCC പ്രസിഡന്റിന് നൽകിയ പരാതിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ വ്യാപകമായ പണപ്പിരിവ് ഉദ്യോഗം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വം IC ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട് എന്നത് KPCC നേതൃത്വത്തിന് 2021 മുതൽ അറിയാമായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്ന് അവർ ഒരു നടപടിയും എടുത്തില്ല. ഈ പരാതി മൂടിവെക്കുകയും ഈ ആരോപണ വിധേയനായ IC ബാലകൃഷ്ണൻ അടക്കം പിന്തുണ നൽകുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിൻ്റെ ഇരയാണ് ഈ NM വിജയൻ എന്ന് പറയുന്ന ഇടനിലക്കാരനായി നിന്ന് പൈസ വാങ്ങിയ വയനാട്ടിലെ DCC ട്രഷറർ, ജില്ലാ ട്രഷററായ നേതാവ്. ഒപ്പം തന്നെ ഇതിലൊന്നും ഒരു പങ്കാളിത്തവും ഇല്ലാത്ത വയ്യാതിരുന്ന അദ്ദേഹത്തിൻ്റെ മകനെ കൂടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. അല്ലെങ്കിൽ ആ മകനെയും കൂട്ടിയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. ഈ രണ്ട് ജീവനുകളുടെ ഉത്തരവാദിത്വം അപ്പോൾ ധാർമ്മികമായി KPCC അടക്കം മറുപടി പറയാൻ ബാധ്യസ്ഥരാണ്. ഈ നിമിഷം വരെ അതിൽ ഒരു പ്രതികരണം നടത്താൻ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അഭിപ്രായം പറയുന്ന പ്രതിപക്ഷ നേതാവോ KPCC പ്രസിഡന്റോ അതിനെക്കുറിച്ച് ഒരു ചോദ്യം ചോദിക്കാൻ ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകരോ തയ്യാറായിട്ടില്ല എന്ന് പറയുന്ന വലിയ വസ്തുത നമ്മുടെ മുൻപിലുണ്ട്. കോൺഗ്രസ് നേതാക്കൾക്ക് ലഭിക്കുന്ന ഈ പ്രിവിലേജ് ഇത് ഈ കേരളത്തിൽ മറ്റൊരു മനുഷ്യനും ലഭിക്കുകയില്ല എന്നാണ്. മാധ്യമങ്ങൾ ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിക്കുകയാണ്. ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടും ഈ സംസ്ഥാനത്തെ ഈ കോൺഗ്രസ് നേതാക്കളെ അടക്കം. അനൂപ് ഒരിക്കൽ കൂടി ചേരുകയാണ്. അനൂപ്, ഇപ്പോൾ സക്കറിയ മണ്ണിലിന്റെ പരാതി കൂടിയാണ് നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. ഈ പരാതിയിൽ വിശദീകരിക്കുന്നത് എന്താണ്? മനു, ഇതുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റിന് അത് KPCC പ്രസിഡന്റിന് അന്ന് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആയിരുന്ന സക്കറിയ മണ്ണിൽ നൽകിയ പരാതിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് നേരത്തെ 2021 നൽകിയ പരാതിയാണ്. കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകളും വിവാദങ്ങളും ഉയർന്ന സാഹചര്യത്തിൽ ഈ വിധത്തിൽ സാമ്പത്തിക ബാധ്യത തനിക്കുമേലുണ്ട്, അത് പരിഹരിക്കാൻ ഇടപെടണം എന്നാവശ്യപ്പെട്ട് നൽകിയൊരു പരാതിയാണ്. അതിൽ ഈ പരാതി കൃത്യമായി പറയുന്നു, അർബൻ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് നിയമിച്ച അന്വേഷണ കമ്മീഷൻ മുൻപാകെ സമർപ്പിക്കാൻ തയ്യാറായത് സ്വീകരിക്കാത്തതിനാലാണ് ഈ പരാതി നേരിട്ട് സമർപ്പിക്കുന്നത് എന്നാണ്. അതായത് 2024 ഈ വിഷയങ്ങൾ വിവാദമായപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ KPCC നിയമിച്ചിരുന്നു. അതാണ് കഴിഞ്ഞ ദിവസം IC ബാലകൃഷ്ണൻ സൂചിപ്പിച്ച കാര്യം. ആ പരാതി അത്തരത്തിൽ കമ്മീഷന് ഈ പരാതി നൽകാൻ സക്കറിയ മണ്ണിൽ കോൺഗ്രസിന്റെ
ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രമിച്ചപ്പോൾ അത് തടഞ്ഞിരുന്നു എന്നതാണ് ഇപ്പോൾ ഈ കത്തിൽ അല്ലെങ്കിൽ ഇത് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ആ വിധത്തിൽ പരാതികൾ കമ്മീഷനിലേക്ക് എത്തുന്നത് ആരൊക്കെയോ ഇടപെട്ട് തടഞ്ഞിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ തടഞ്ഞ സാഹചര്യത്തിൽ നേരിട്ട് സമർപ്പിക്കാൻ പറ്റാത്ത പരാതിയാണ് ഇത്. അതുകൊണ്ടാണ് നേരിട്ടൊരു കത്ത് മുഖേന ഈ പരാതി താൻ ബോധിപ്പിക്കുന്നത് എന്നാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. IC ബാലകൃഷ്ണൻ ആ കത്തിൽ പറയുന്നു, മനു, IC ബാലകൃഷ്ണൻ എന്നോട് അർബൻ ബാങ്കിൽ ജോലി നൽകാമെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ ആരോടെങ്കിലും വാങ്ങിത്തരാൻ എന്നെ അധികാരപ്പെടുത്തിയതിനാൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരാളുടെ പക്കലിൽ നിന്നും 15 ലക്ഷം രൂപ ഞാൻ വാങ്ങുകയും അതിൽ 10 ലക്ഷം രൂപ IC ബാലകൃഷ്ണനെ ഏൽപ്പിക്കുകയും ചെയ്തു. ഇപ്പോൾ ജോലിയുമില്ല, പൈസയുമില്ല. ആയതിനാൽ ഈ വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമായ പരിഹാരം കണ്ടെത്തുവാൻ വിനീതമായി അപേക്ഷിക്കുന്നു എന്നാണ് സക്രിയ മണ്ണിൽ നൽകിയ 5 ലക്ഷം എവിടെ പോയെന്ന് അറിയില്ല. 15 ലക്ഷമല്ലേ വാങ്ങിയത്? 10 ലക്ഷം വാങ്ങണമെന്ന് പറഞ്ഞു, 15 ലക്ഷം വാങ്ങി, ബാക്കി 5 ലക്ഷമോ? അതെ, ആ വിധത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ ഒട്ടേറെ കാര്യങ്ങളുണ്ട് മനു. ഏതായാലും ഈ വ്യാപകമായ അനൂപ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഗുരുതരമായ വ്യാപ്തിയുള്ള വ്യാപകമായ അഴിമതിയാണ് പല നേതൃതലത്തിലെ പല തട്ടിൽ നടന്നിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ കീ പോയിന്റ് എന്ന് പറയുന്നത് IC ബാലകൃഷ്ണൻ MLA ആണ്. ഇത് നമ്മൾ പറയുന്നതല്ല, കോൺഗ്രസ് നേതാക്കൾ തന്നെ അവരുടെ നേതൃത്വത്തിന് നൽകിയ പരാതിയിലാണ് IC ബാലകൃഷ്ണൻ പറഞ്ഞിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞു വെക്കുന്നത്. ഇത് കൈരളി ന്യൂസോ അതല്ലെങ്കിൽ മറ്റേതോ മാധ്യമ പ്രവർത്തകരോ പറഞ്ഞതല്ല, ഇവരുടെ നേതാക്കൾ തന്നെ പറഞ്ഞതാണ്. അതെ മനു, ഇതെല്ലാം ഇത് കഴിഞ്ഞ ദിവസം DCC പ്രസിഡന്റും IC ബാലകൃഷ്ണനും പറഞ്ഞത് NM വിജയൻ ഇങ്ങനെ ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി തങ്ങൾക്ക് അറിയില്ല. ND അപ്പച്ചൻ പറഞ്ഞത് താൻ DCC പ്രസിഡന്റായി ഒടുവിൽ DCC പ്രസിഡന്റായി 3 വർഷം കഴിഞ്ഞു. 3 വർഷത്തിനിടെ ഇങ്ങനെ ഒരു പരാതി തന്റെ മുമ്പിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. 2021 ഈ പരാതികളും വിവാദങ്ങളും എല്ലാം നടക്കുന്നത്. എല്ലാ തരത്തിൽ ഉള്ള പരാതികളും കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ എത്തിയിരുന്നു. അതിൽ ഇങ്ങനെ പണം വാങ്ങി വഞ്ചിക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ വ്യക്തിപരമായി നൽകിയ പരാതികളുണ്ട്. അതോടൊപ്പം ഇടനിലക്കാരായി നിന്ന കോൺഗ്രസുകാർ നൽകിയ പരാതിയുണ്ട്. അത്തരത്തിൽ വിവിധ പരാതികൾ വിവിധ ഘട്ടങ്ങളിൽ വിവിധ സമയങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട. ഒരു അന്വേഷണ കമ്മീഷനെ ഇവർ നിയമിച്ചിരുന്നോ? KPCC നിയമിച്ചിരുന്നോ ഇതുമായി ബന്ധപ്പെട്ട്? അതെ, അതാണ് മനു ഒരു പ്രധാനപ്പെട്ട കാര്യം. സണ്ണി ജോസഫ് ഇപ്പോൾ ഇരിക്കൂർ MLA ആണ് അദ്ദേഹം എന്നാണ് എനിക്ക് എന്റെ ഓർമ്മ. അദ്ദേഹം അന്ന് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലായിരുന്നു അന്ന് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചിരുന്നത്. അതിൽ ആ സണ്ണി ജോസഫ് ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു യോഗം ഇന്ന് അടിയന്തരമായി മനു ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, നാം നേരത്തെ നൽകിയിരുന്നു. ഞാനത് തുടക്കത്തിൽ പറഞ്ഞു, മാറ്റിവെച്ചു അല്ലേ? ആ യോഗം മാറ്റിവെച്ചു. M. ലിജു ആണ് ഈ അടിയന്തരമായി വിളിച്ചു ചേർത്ത. M. ലിജു കോൺഗ്രസിന്റെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറിയാണ്. M. ലിജു പറയുന്നത് അടിയന്തരമായി ഈ വിളിച്ചു ചേർത്ത ഈ യോഗം ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് മാറ്റിവെക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിൽ സണ്ണി ജോസഫ് MLA ഉൾപ്പെടെ പങ്കെടുക്കുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു. അതിൽ വലിയ വിവാദങ്ങൾ, ചർച്ചകൾ, തമ്മിലടി, ഭിന്നത രൂക്ഷമാവുകയും അതിൽ ആ യോഗം അലങ്കോലപ്പെടാനുമുള്ള ഒരു സാഹചര്യം ഉണ്ട് എന്ന് മനസ്സിലാക്കിയാണ് ഏതായാലും അനൂപ് ഇവിടെ 2 മനുഷ്യജീവന് അങ്ങനെയാണെങ്കിൽ 2021 മുതൽ ഈ പറയുന്ന കള്ളക്കളികളും തട്ടിപ്പും അഴിമതിയും KPCC പ്രസിഡന്റിന് അടക്കം അറിയാമായിരുന്നു, കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന് അടക്കം അറിയാമായിരുന്നു. അതറിഞ്ഞിട്ടും അവർ അനങ്ങാതിരുന്നത് കൊണ്ടാണ്, അവർ ഈ IC ബാലകൃഷ്ണനെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് 2 ജീവനുകൾ നഷ്ടമായത്. ഇത്രയധികം ആളുകളുടെ പണവും അവരുടെ സമയവും പോയി കിട്ടിയതല്ലേ അനൂപ്? അതെ മനു, അതെ അത്തരത്തിൽ ഒരു കാര്യങ്ങളാണ് ഏതായാലും പുറത്തു വരുന്നത്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. അതായത് ഈ യോഗം ഇപ്പോൾ ഒരു രഹസ്യ യോഗമായി ND അപ്പച്ചന്റെ വീട്ടിൽ നടക്കുന്നു. DCC പ്രസിഡന്റ് ND അപ്പച്ചന്റെ വീട്ടിൽ നടക്കുന്നു എന്നുള്ളതാണ്. അതിൽ സണ്ണി ജോസഫ് MLA ഉൾപ്പെടെ പങ്കെടുക്കുന്നു. ഈ ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും DCC ഭാരവാഹികളെയും വിളിച്ചു ചേർക്കാൻ ഉദ്ദേശിക്കുന്ന ഈ അടിയന്തര യോഗം ഈ വലിയ കലാപം ഉണ്ടാവുമെന്ന ഒരു സൂചന അടിസ്ഥാനത്തിൽ മാറ്റി അത് നടക്കുന്നില്ല എന്നറിയിച്ചു. അതിനുശേഷം നേതൃയോഗം ഇപ്പോൾ DCC പ്രസിഡന്റ് ND അപ്പച്ചന് വിളിച്ചു ചേർത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ വിധത്തിൽ ആ യോഗം നടത്തുകയും ഇത് സംബന്ധിച്ച് ഏത് വിധത്തിലാണ് നടപടികളാണ് ഇത്തരത്തിൽ പ്രതിരോധത്തിലായ സാഹചര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഉന്നത നേതാക്കളുടെ അറിവോടുകൂടി ഇത്തരത്തിലൊരു യോഗം നടക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഏതായാലും ആ വിധത്തിൽ കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലാവുകയാണ്. ഇത്തരത്തിൽ DCC ഭാരവാഹികളുടെ യോഗം പോലും ഇത് സംബന്ധിച്ച് വിളിച്ചു ചേർക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ആ വിധത്തിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് കോൺഗ്രസ്. IC ബാലകൃഷ്ണൻ രാജി ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭം, സമരം, ബഹുജന മാർച്ച് ഇപ്പോൾ നടക്കാനിരിക്കുകയാണ്. നേരത്തെ ഇത് സംബന്ധിച്ച് CPM ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇത്തരത്തിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ
മൂടി വെക്കാൻ അല്ലെങ്കിൽ അട്ടിമറിക്കാൻ, ഈ കേസിനെ തന്നെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഇടപെടലുകൾ കൂടി വരുന്നുണ്ട്. ഈ സംഭവങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേകമായി രൂപീകരിച്ച അന്വേഷണ സംഘം ഇത് അട്ടിമറിക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങൾ കൂടി അന്വേഷിക്കണമെന്നൊരു ആവശ്യം CPIന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയാണ്. ഏതായാലും വലിയ പ്രക്ഷോഭങ്ങളും സമര പരിപാടികളുമെല്ലാം ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു.